ഗൈസ്, അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോണ പടം ദ ഓഡ് ഫാമിലി സോംബി ഫോർ സെയിൽ. ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറി മനസ്സിലായിണ്ടാവും. ഇനി മുതൽ ഇനി കാറിലായിരിക്കും ചെയ്യുക, കാരണം കാറിൽ ചെയ്യാനൊരു രസമുണ്ട്. അപ്പോൾ അത് കാരണമാണ്, സമയമില്ലാത്ത കാരണമാണ് ഗൈസ് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. റിവ്യൂ ചെയ്യാനായിട്ട് കുറേ വീഡിയോകളുണ്ട്, കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ സപ്പോർട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇതൊരു സോംബി കോമഡി പടമാണ്, മസ്റ്റ് വാച്ച് എന്ന് വേണമെങ്കിൽ പറയും. കാരണം ഒരു സോംബികളുടെ പടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള അതാണ് സോംബി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നേരെ തിരിച്ചാണ്, ഇതൊരു കോമഡി പടമാണ്. സോംബീനെ വെച്ചിട്ട് പ്രണയം വരെ ഉണ്ട് ഈ സിനിമയിൽ. ഈ പടത്തിന്റെ ജോണ എന്ന് പറയുന്നത് കോമഡി ഹൊററാണ്. കോമഡി ഹൊറർ എന്താട്ടക്കണെന്ന് എനിക്കറിയില്ല. മെയിനായിട്ട് ഫുൾ പർപ്പസ് കോമഡിയാണ്, തുടക്കം തൊട്ട് അവസാനം വരെ കോമഡിയാണ്. ലോജിക്കൊന്നും നോക്കരുത്, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കോമഡി സോംബി പടം കാണണം. അതെങ്ങനെയാണ് അവർ സ്ക്രീൻ പ്ലേ ചെയ്തേക്കണേന്ന് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം കാണാം. എന്തായാലും കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം അത്രയും കോമഡികളുണ്ട്. പിന്നെ സൗത്ത് കൊറിയൻ പടമാണ്, ഒരു 2019 ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ ചിലപ്പോൾ ഭയങ്കര ഓവർ ആക്ടിങ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. ക്യാരക്ടറും കഥാപാത്രങ്ങളും ഒരു നാട്ടുകാരും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഈ കിളി പോയ ടീമുകളാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഒരു സോംബി വന്നിട്ടുണ്ടാവണ ഒരു കഥയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഭയങ്കര ലോ ബഡ്ജറ്റ് സിനിമയാണ്. ഭയങ്കര എന്താ പറയുക, സോംബി പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള സിനിമകളുണ്ട്, വെബ് സീരീസ് ഉണ്ട്. നമ്മുടെ വാക്കിംഗ് ഡെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഹെവിയാണ്. അങ്ങനത്തെ ഒരു സംഭവം അല്ല ഇത്. ഇതൊരു കോമഡി പർപ്പസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണ ഒരു സോംബി ജോണർ, അല്ല ഒരു സോംബി ജാണർ. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതായിട്ട് അങ്ങനെ കണ്ടാൽ മതി. സമയം പോകാനായിട്ടും അല്ലാണ്ട് കണ്ടാലൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സീരിയസ് ആവും. പിന്നെ ക്ലൈമാക്സിൽ ചറപറ കുറെ അങ്കക്കെട്ടുകളുണ്ട്. ഇവിടുന്ന് ഒക്കെ ആയിട്ട് കുറെ കണക്ട് ചെയ്ത് പോയിട്ട് കുറെ സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സിൽ എത്തുമ്പോൾ ജാതി രസവും പടം ഇങ്ങനെ ഇരുന്ന് കാണാനായിട്ട് തോന്നും. ക്ലൈമാക്സിൽ കുറെ തമാശകളുണ്ട്, കുറെ ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഭയങ്കര അട്ടഹസിച്ച് ഹോ ഹോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കാനുള്ള അതൊന്നല്ല. നമുക്ക് തുടങ്ങി കഴിയണ വരെ ഇങ്ങനെ ചിരിച്ചിരുന്ന് കാണാൻ പറ്റും. പുറത്തേക്ക് സൗണ്ട് ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോ സീന അങ്ങനെയൊക്കെ ഇരുന്ന് ആ ഒരു ലെവലിൽ കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഈ സിനിമ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക, അല്ലെങ്കിൽ ഇത് കാണണമെന്ന് വെച്ചിട്ടുള്ളവർക്ക് ഈ റിവ്യൂ ഉപകാരം എന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഈ അഭിപ്രായം പറയണം. എൻ്റെ കൂട്ടുകാരൻ ചെറുപ്പത്തിൽ പറഞ്ഞതാണ് ഈ പടത്തിന്റെ റിവ്യൂ ചെയ്യാൻ, കാണാനായിട്ട്. ഞാനന്ന് കണ്ടില്ല, കാരണം എല്ലാ പടങ്ങളും കാണാൻ നമുക്കൊരു സമയമുണ്ട്. നമ്മുടെ മെന്റാലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ പടങ്ങൾ ചെയ്യുക, പടങ്ങൾ കാണുക, അതിനനുസരിച്ചാണ് റിവ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.